ആള് ഫോറിനറായിരുന്നു. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ടോക്കിയോയിൽ വെച്ച് കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇതിനൊക്കെ ഒരു മലയാളി സാക്ഷിയുണ്ട് കേട്ടോ. ഒരു ഇഷ്ടം, സ്നേഹം, പ്രണയം അല്ലെങ്കിൽ ഒരു റൊമാൻസ് ഇത് വന്നതൊരു പ്രത്യേക രീതിയിലാണ്. പിന്നെ എൻ്റെ ബ്രൗൺ സ്കിൻ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രണ്ടുപേർക്കും അങ്ങോട്ട് ഒരു സെയിം അട്രാക്ഷൻ ഉള്ളിൽ തോന്നി, പക്ഷേ തുറന്നു പറഞ്ഞില്ല. 17 വയസ്സുള്ളൂ. അങ്ങനെ അവൾ വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഈ വീഡിയോ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടു ഇൻസ്റ്റാഗ്രാമിൽ. 12 വയസ്സ് അവളെക്കാളും എന്തായാലും മൂത്താണ് ഞാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്, 2 കൊല്ലം വെയിറ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഡീൽ ചെയ്യാനായിട്ട് എനിക്ക് എവിടെ നിന്നോ ഒരു മോട്ടിവേഷൻ തന്ന ഒരാളാണ്. ഉള്ളിലൊരു ഇഷ്ടം, അട്രാക്ഷൻ ആർക്കും വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോന്നാമല്ലോ. കൊഞ്ചുവ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഒരു എന്താ പറയണേ, ഒരു ചെറിയൊരു ടോക്ക് പോലത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ലൈവിൽ സൗണ്ടൊക്കെ ഓഫായി പോയതുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഇന്ന് വെളുപ്പിന് തന്നെ, ഇപ്പം ഏകദേശം ഒരു 5-5:30 ആയിട്ടുണ്ട്, അമ്മയൊക്കെ നടക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ട് നമ്മുടെ ക്യാമറയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് ലൈവൊക്കെ വന്ന് നിങ്ങളുമായിട്ട് വീണ്ടും ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു മാറ്റമാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് പറയാനുള്ളൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈവിൽ നമ്മുടെ ഫിറ്റ്നസ് ജേർണി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫിറ്റ്നസ് ജേർണി വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഫിറ്റ്നസ് എന്ന് പറയാനായിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതിലും ഒരു ഉപരി എൻ്റെ ഒരു 1 ഇയർ ജേർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെയുള്ള ഒരു സംഭവം ഉണ്ട്. അതാണ് എനിക്ക് കോൺഫിഡൻസ് കൂടുതലായിട്ട് തന്നുകൊണ്ടിരുന്നത്. ഫിറ്റ്നസ്സും കൂടി ഓക്കെ ആയി വന്നപ്പോഴാണ് ഞാൻ ഒന്ന് സെറ്റായത് കേട്ടോ. വീഡിയോസൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു വീഡിയോയിൽ, ഫേസ് കാണിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. നമ്മൾ കുറച്ച് വണ്ണമൊക്കെ വെച്ച് അല്ലെങ്കിൽ കുറച്ച് ജഡ്ജ്മെൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര മടിയാണ്. കാരണം ഫസ്റ്റ് ടൈം നാട്ടിൽ വന്നു കഴിഞ്ഞ് വണ്ണം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ അയ്യോ എൻ്റെ കോലം മാറി, രൂപം മാറി എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നു. അത് കൂടുതലായിട്ട് വന്നത് പിന്നെ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓയ് ഞാൻ ഇങ്ങനെയായിരുന്നോ, അങ്ങനെയുള്ള ചിന്തയൊക്കെ വന്നു. അപ്പം അതുപോലെയുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് എനിക്കറിയാം. വണ്ണം വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്നൊരിത്. അങ്ങനെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനൊരു +1 +2 മുതൽ അമ്മിക്കല്ലൊക്കെ വെച്ചിട്ട് ഭയങ്കര എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അപ്പോൾ കളിക്കാനാണെങ്കിലും പിള്ളേർ ഇവിടെ വീട്ടിൽ വിളിക്കാൻ വരുമ്പോഴും അവർ അപ്പുറത്തെ മുറിയിൽ ആയിരിക്കും ഞാൻ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെയായിരുന്നു. ഞാൻ എക്സസൈസ് കഴിഞ്ഞ് ഇറങ്ങാണ്ട് അവർ അങ്ങോട്ട് കയറി വരത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അമ്മിക്കല്ലിൽ ഒരെണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു, അത് വെച്ച് ചെയ്യും. പിന്നെ പുഷപ്പ്, പുള്ളപ്പ്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത്രയും ഫിറ്റ്നസ് ആ ഒരു ടൈമിൽ ഒരു 10-16 വയസ്സ് മുതൽ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. പലരും നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ പറയുമ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ അന്നൊന്നും ജിമ്മിൽ വിടാൻ സമ്മതിക്കില്ലല്ലോ, ജിമ്മൊക്കെ അധികം വന്നിട്ടില്ല. പിന്നെ കോളേജ് 3rd ഇയർ ഒക്കെ ആയപ്പോഴാണ് ജിമ്മിൽ പോകുന്നത്, 2nd ഇയർ 3rd ഇയർ ഒക്കെ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിലും നല്ല ബോഡി ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. കുറേ നാൾ ജിമ്മിലൊക്കെ പോയിട്ടോ. അപ്പം ഒരു ടൈമിൽ ബോഡി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ടല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് ഉള്ള ആളുകൾ പിന്നീട് വണ്ണമൊക്കെ വെച്ച് അയ്യോ ഇനി എന്ത് ചെയ്യുന്നൊക്കെയുള്ള ചിന്ത വരുമ്പോൾ പിന്നെ നമ്മൾ ക്യാമറയിൽ വരുവാണല്ലോ. ഓൾറെഡി എല്ലാം ഓരോരോ ക്വാളിറ്റി സ്റ്റാൻഡേർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കണം ഞാൻ, ഇങ്ങനത്തെ ഫ്രെയിം എടുക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളുടെ ഫിറ്റ്നസ് കൈവിട്ട് പോയി കഴിയുമ്പോഴേക്കും ആൾ ഇതാവുമല്ലോ. അങ്ങനെയൊക്കെയുള്ള സാധനമായിരുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്തൊരു ഷുഗർ കട്ട്, പിന്നെ റൈസ് കട്ട് ചെയ്തു. ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടല്ലോ നമുക്ക് ഫുഡ് കഴിക്കാൻ, അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അത് അത്രയും ഞാൻ ചെയ്തോളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ചെറിയ വർക്കൗട്ട് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, വാമപ്പ് ചെയ്യുന്ന പോലത്തെ ചെറിയ സാധനങ്ങളെ ഞാൻ ചെയ്തോളൂ. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഒരു 10-15 മിനിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോളിയിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും പല ഇതുണ്ടല്ലോ, അർത്ഥഘടികാരാസനം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഹിപ്പിനൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടത്തെയൊക്കെ ഒരു ഫാറ്റ് അങ്ങനെ കുറച്ച് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അല്ലാതെ അങ്ങ് ഭയങ്കരമായിട്ടൊരു വർക്കൗട്ടും കാര്യങ്ങളും ഞാൻ ചെയ്തില്ല. എനിക്ക് ജിമ്മിൽ പോയി ചേരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ മെൻ്റലി ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ 1 ഇയർ കൊണ്ട് നമ്മുടെ മൈൻഡിലുണ്ടായിരുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അതായത് എനിക്ക് തിരിച്ചു പോകണം, വീണ്ടും വർക്ക് ചെയ്യണം, അതിൻ്റെ കൂടെ നമുക്ക് പാഷനായിട്ട് ഈ വീഡിയോസൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അതൊക്കെ നടക്കുന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ 1 ഇയർ കഴിഞ്ഞ് അത് നീണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ലോകത്ത് എവിടെയാണെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ഇന്ന സ്ഥലത്ത് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്ത പാടില്ല. അത് മാറ്റിയെടുക്കണം. അതിൽ നിന്ന് ഞാൻ തന്നെ പുറത്തേക്ക് വന്നാലാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്താലും എന്നെക്കൂടെ അത് പ്രതിഫലിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും കൂടി ചുറ്റും നിന്നിട്ട് ഒരു കുടം കമഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു, അതിലൊരു യൂസ് ഇല്ലല്ലോ. അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ ഫാമിലീസും നിങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. വീഡിയോസ് ഇടാത്ത എന്തായിട്ടാ ഞങ്ങൾ വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ഇതുവരെ ഒരു കമൻറ്റ് ബോക്സും വന്നിട്ടില്ല. അതായത് ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും എന്നാ പോകുന്നതെന്ന് ചോദിക്കാത്ത ഒരു കമൻറ്റ് ബോക്സുകളും വന്നിട്ടില്ല. ഒരാൾ നാട്ടിൽ വന്ന് 1-1.5 വർഷമായിട്ടും
അയാളുടെ പഴയ തിരിച്ചുള്ള വീഡിയോസ് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കുറേ ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ പോകും കേട്ടോ, നമ്മൾ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇതിൽ ഈ 1 ഇയർ ലൈഫിൽ എനിക്ക് മോട്ടിവേറ്റ് ചെയ്ത ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ. ബേസിക്കലി ഐ എം നോട്ട് മുണ്ടു എന്നല്ല പറയാൻ വന്നത്. ബേസിക്കലി ഞാൻ എൻ്റെ വിഷമങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് ഹീൽ ചെയ്യാറാണ് പതിവ്. അങ്ങനെ ഷെയർ ചെയ്യാറില്ല കേട്ടോ, പ്രത്യേകിച്ച് ഫ്രണ്ട്സുമായിട്ടൊന്നും ഷെയർ ചെയ്യാറില്ല. അതെല്ലാം ഒന്ന് കടന്നു പോയി കഴിഞ്ഞ് ചിലപ്പോൾ തമാശയായിട്ട് അങ്ങനെ പറയാറുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു പേഴ്സൺ ഇതുവരെ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പാർട്ട്ണറായിരിക്കും ചിലപ്പം അങ്ങനെ, എൻ്റെ ഒരു പാർട്ട്ണറായിരിക്കും അങ്ങനെ ഒരു പേഴ്സൺ ആവാൻ പോകുന്നതെന്ന് തോന്നുന്നു. കാരണം എനിക്കൊരു ഫിസിക്കൽ കണക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെൻ്റൽ കണക്ഷൻ എല്ലാം കൂടി ഒത്തു വരുമ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ആവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവുന്നു തോന്നുന്നു, എനിക്കറിയത്തില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പിലേക്ക് പോയപ്പോഴാണ് അങ്ങനെ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാൻ നോക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനെപ്പറ്റി എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ചേട്ടാ എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആള് ഫോറിനറായിരുന്നു. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ടോക്കിയോയിൽ വെച്ച് കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇതിനൊക്കെ ഒരു മലയാളി സാക്ഷിയുണ്ട് കേട്ടോ. ആ മലയാളി ഇപ്പോൾ നാട്ടിലുണ്ട്. അപ്പം ആളെ ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒന്നും പുറത്ത് വിടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ടോക്കിയോയിൽ വെച്ച് ഒരാളെ കാണുന്നു. അങ്ങനെ നിങ്ങളുടെ ഒരു സങ്കല്പത്തിലെ പോലെയേ അല്ല കേട്ടോ. അതായത് ഇപ്പം നമ്മൾ വിചാരിക്കില്ലേ, അങ്ങനെയല്ല. ഒരു ഇഷ്ടം, സ്നേഹം, പ്രണയം അല്ലെങ്കിൽ ഒരു റൊമാൻസ് ഇത് വന്നതൊരു പ്രത്യേക രീതിയിലാണ്. കാരണം അങ്ങനെ ടോക്കിയോയിൽ വെച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അങ്ങനെ ഒരു കണക്ഷൻ വന്നു. ഒരുപാട് നേരം സംസാരിച്ചു ഞങ്ങൾ എത്ര മണി, ഒരു വെളുപ്പിന്, അതായത് രാത്രി കണ്ട് ഇങ്ങനെ സംസാരിച്ചൊരു 3 hours 4 hours ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചത് മുഴുവൻ പേഴ്സണൽ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇന്ത്യനെ പറ്റിയും ആളുടെ കൺട്രീനെ പറ്റിയാണ്. ബ്രസീലായിരുന്നു കേട്ടോ കൺട്രി. അപ്പോൾ ബ്രസീലിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചു. കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോയി. അപ്പം ഞങ്ങളിങ്ങനെ കൾച്ചറായിട്ട് ബന്ധമായിട്ടപ്പെട്ട കാര്യങ്ങളും അതും ഇതും ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഈ ബ്രസീലിയൻസിനോട് എനിക്കൊരു പ്രത്യേക ഒരു താല്പര്യം അറിയാലോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ബ്രസീലിയൻസ് ആണ്. അപ്പം സംസാരിച്ച് പോയി കഴിഞ്ഞ് നല്ലൊരു ഇമ്പ്രഷൻ തോന്നി കേട്ടോ. കണ്ടപ്പോൾ തന്നെ ആദ്യമേ ഒരു നല്ലൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബ്രൗൺ സ്കിൻ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രണ്ടുപേർക്കും അങ്ങോട്ട് ഒരു സെയിം അട്രാക്ഷൻ ഉള്ളിൽ തോന്നി, പക്ഷേ തുറന്നു പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ സംസാരിച്ചിരുന്ന് നേരം വെളുത്തു. ഫ്രഷായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടിനും കൂടി അമ്പലത്തിൽ പോകണമായിരുന്നു കേട്ടോ. ന്യൂ ഇയർ ആയിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് അന്ന് ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ചെറുതായിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഇങ്ങനെ എന്താ പറയുക, ഞങ്ങൾ പോകുന്ന കൂടെ ഈ 2 ഫ്രണ്ട്സും കൂടി വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെയൊക്കെ പോവുകയൊക്കെ ചെയ്തു. അപ്പോഴും ഇങ്ങനെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല കേട്ടോ. ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി സംസാരിച്ച് വന്നപ്പോഴാണ് ഭയങ്കര ഒരു വൈബ് സെറ്റായി. എനിക്കുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി ആൾക്ക് ഇങ്ങോട്ട് ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് നമ്മുടെ കൂടെ ഞാനും ജാപ്പനീസ് ഫ്രണ്ടുമാണ് അമ്പലത്തിൽ പോകാനായിട്ട് ഇരുന്നത്. ഞങ്ങളുടെ കൂടെ ഇവരൊരു സ്ക്രിപ്റ്റ് പോലെ ഉണ്ടാക്കി ഞങ്ങളും വരുവാന്ന് പറഞ്ഞിട്ട് അവർ വന്നതാണ്. അങ്ങനെയാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു, തിരിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഈ ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ഒട്ടും അറിയത്തില്ല കേട്ടോ. അപ്പം എന്നെ ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ എനിക്ക് എടുത്തു തന്നതും കുക്ക് ചെയ്ത് തന്നതും, അതായത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ടേബിൾ വെച്ചിട്ട് അതിൻ്റെ അകത്ത് അടുപ്പ് കൂട്ടി അതിൻ്റെ അകത്ത് കുക്ക് ചെയ്ത് നമ്മൾ തന്നെ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കേണ്ട ഒരു സംഭവമായിരുന്നു കേട്ടോ. യാക്കിനിക്കും അല്ല, വേറെ എന്തൊരു സാധനമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് എടുത്ത് വിളമ്പി തന്ന് അങ്ങനെ ഭയങ്കര കെയറിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് വൈകിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് കേട്ടോ. വൈകിട്ട് പിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അറിയാലോ, നമ്മൾ ഇവിടുത്തെ വാട്സപ്പിനേക്കാൾ ലൈനാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്, ലൈൻ അക്കൗണ്ട്. അതൊക്കെ ഷെയർ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ചാറ്റിങ് തുടങ്ങി, പയ്യെ മെസ്സേജ് അയക്കലൊക്കെ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കിപ്പോൾ പോകണമെന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് വെക്കേഷൻ ആയിരുന്നു കേട്ടോ ഓൾറെഡി. അപ്പം അവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചാറ്റിങ്ങിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തിരിച്ച് അവിടെ നിന്നും അങ്ങനെ ഒരു റിപ്ലൈ കിട്ടി. അപ്പം ശരിയാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോയി. പിന്നീട് ഞങ്ങൾ കണ്ടു, സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാവാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഒരു ഇഷ്ടം ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനം എനിക്ക് അങ്ങനെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പബ്ലിക് ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. ആരോടെങ്കിലും ഒന്ന് പറയണം, അല്ലെങ്കിൽ ഒരു വേർപ്പുമുട്ടല. പിന്നെ എന്ത് പറ്റിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു അത്യാവശ്യം ഒരു മെച്യൂരിറ്റി ഉണ്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇതിലേക്കൊന്നും ചെന്ന് ചാടുമോ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമൊന്നും എടുക്കില്ല. കോളേജിൽ വെച്ചാണെങ്കിലും ഒരു 2-3 മാസത്തെ ഒരു റിലേഷൻഷിപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് അല്ലായിരുന്നു അത്, ഒരു ഫ്രണ്ടുമായിട്ട്. ഫ്രണ്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തന്നെയാണ്, ഞാൻ അങ്ങോട്ട് പോയതല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അപ്പോൾ എനിക്ക് ഇതിലൊക്കെ പോയാൽ അങ്ങനെ ഒരാൾ നമുക്ക് വന്നാൽ എനിക്ക് ആളെ അങ്ങനെ അത്രയും പ്രിയപ്പെട്ട ഒരാളായിരിക്കണം. അത് ലോങ് ടൈം കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ഉള്ളൊരാഗ്രഹമുള്ളൊരു ടൈമാണ് അന്ന്. 28 വയസ്സുള്ളൂ. അപ്പം പിന്നീട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, അതുപോലെ ഞങ്ങൾ കണ്ടതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അറ്റാക്കായിട്ട്
പോകേണ്ടി വന്നു. അതൊക്കെ കഴിയുമ്പോൾ ഞാൻ ടോട്ടലി എൻ്റെ മൂഡും കാര്യങ്ങളും എല്ലാം മാറി. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു 4-5 വർഷമായി. എന്നാലും ഞങ്ങളിപ്പം ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ മെസ്സേജ് അയക്കും. ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു. അങ്ങനെയുള്ളൊരു ഇതാണ് കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ അടിച്ചു പിരിക്കുക അങ്ങനെ ഒരു സംഭവമൊന്നും അല്ല. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ. നമ്മൾ ഒരിക്കലും ഒരാളെ ഒരു ഇഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ സ്നേഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ അങ്ങനെ അതങ്ങനെ ആലോചിച്ച് അങ്ങനെ വെക്കില്ല. അങ്ങനത്തെ ഒരു പേഴ്സണാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വരുന്ന ആളും അത്രയും ഒരു ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം. അത്രയും അങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്, ആഗ്രഹമുണ്ട്. നമ്മളങ്ങോട്ട് തിരിച്ച് അതുപോലെ തന്നെ കൊടുക്കണം കേട്ടോ. അതൊക്കെയാണ്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ ചില ഒരു കമൻറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, പെണ്ണ് കിട്ടാത്തൊരു തന്നെ. അത് നമുക്ക് സ്നേഹിക്കാൻ അങ്ങനെ പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. നമ്മൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷേ നമുക്കെപ്പോഴും നമുക്ക് ഏറ്റവും പറ്റുന്ന ആൾ, അവർക്ക് ഏറ്റവും പറ്റണം നമ്മൾ, അങ്ങനെ ഒരു ആൾ വരണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. ടോപ്പിക്ക് കുറേ മാറിപ്പോയല്ലേ. ഫിസിക്കൽ ഫിറ്റ്നസ് അങ്ങനത്തെ മെൻ്റൽ ആ കാര്യങ്ങളിലേക്കായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഞാൻ ഈ നാഴികയ്ക്ക് 40 വട്ടം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോഴും എനിക്ക് ആ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ട്. എനിക്കെൻ്റെ ഒരു ഏറ്റവും നല്ല ഫ്രണ്ടിനോട് ഒരു കാര്യങ്ങൾ പറയുന്നതിനെക്കാട്ടിലും എനിക്കൊരു കംഫർട്ട് അങ്ങനെയാണ്. അതങ്ങനെ ആയി ഒരു 3 വർഷം കൊണ്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പലരുമായിട്ടും ഷെയർ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിതുവരെ പണിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യമേ ചാടിക്കയറി എല്ലാം ഒന്നും പറയുന്നില്ല, ആളും തരമൊക്കെ നോക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 2025 ഇതുപോലെ ഞാൻ വീഡിയോ ഇടാതെ ഒരു ബ്രേക്ക് എടുത്ത സമയത്ത് ഒരു 17 വയസ്സുള്ള ഒരു +2 പഠിക്കുന്ന ഒരു പെങ്കൊച്ച് എനിക്ക് മെസ്സേജ് അയച്ചു. ചേട്ടാ എന്താ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു ചാറ്റ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് വന്നു. അവൾ കുറേ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയി. അതൊക്കെ തരണം ചെയ്തിട്ടാണ്, ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചേട്ടൻ എന്തായാലും വീഡിയോസ് ഇടുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വേറൊരു ഐഡിയ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് പിന്നെ കുറേ മെസ്സേജുകൾ വരുന്ന കാരണം എനിക്കത് ഇത് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഐഡി കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും അവളിത് കാണുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇതേപോലെ ഒരു 18 വയസ്സുള്ളൊരു പെങ്കൊച്ച് ഈ ഒരു ടൈം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പം ആസ് യൂഷ്വൽ അറിയാമല്ലോ, ഞങ്ങളുടെ ഏജ് ഡിഫറൻസ് 12 വയസ്സ് അവളെക്കാളും എന്തായാലും മൂത്താണ് ഞാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്, ഞാൻ +2 പഠിക്കുന്നത്, അതൊന്നും നോക്കണ്ട, പക്ഷേ എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്. ഇപ്പോൾ ചേട്ടൻ വിചാരിക്കും ഇൻഫാക്ച്വേഷനാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണ്, പക്ഷേ അങ്ങനെയല്ല, എനിക്ക് ചേട്ടനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മൾ ഇപ്പോഴത്തെ കാലമാണ്, പിള്ളേരോട് നമ്മൾ ശരിക്കും മാനേജ് ചെയ്തില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു, ഒരാളെ ഇഷ്ടപ്പെടാതിൽ തെറ്റൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഏത് തരത്തിലും ഇഷ്ടമാണ്, അത് മുമ്പോട്ട് പോകും, അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് മതി, ഇപ്പം നമ്മൾ പഠിക്കേണ്ട സമയമാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ, ചേട്ടൻ വേറൊന്നും വിചാരിക്കരുത്, കല്യാണം കഴിക്കുക, അങ്ങനെയുള്ളൊരു ഇഷ്ടമാണ്, ചേട്ടൻ 2 കൊല്ലം വെയിറ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ തന്നെ 32 വയസ്സായി, ഇനി ഞാൻ എങ്ങനെ വെയിറ്റ് ചെയ്യാനാണ്, അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ട്സായിട്ടിരിക്കാം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഇപ്പം നമ്മളൊരു കമൻറ്റ് ഉണ്ടായിരുന്നല്ലോ റീസെൻ്റ്ലി, നിനക്കൊക്കെ ആര് പെണ്ണായിരുന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ആളുകൾ വരാത്തതുകൊണ്ടോ ഒന്നും അല്ല കേട്ടോ. പ്രണയം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രണയം അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊക്കെ ഉള്ള മെസ്സേജുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ വരും. നമ്മളതിൽ നിന്ന് എങ്ങനെ ഒരാളെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇപ്പോൾ ഒരു 1000 പേര് വന്നു എന്ന് കരുതി അതിൽ ഒരെണ്ണത്തിന് നമ്മൾ ചൂസ് ചെയ്യണം അങ്ങനെ നിർബന്ധമില്ലല്ലോ. നമുക്ക് കംഫർട്ടായിട്ടുള്ള, അവർക്ക് കംഫർട്ടാണെന്ന് തോന്നുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വേണം കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരാൾ വേണം വരാനായിട്ട്. അതിൽ പ്രായമോ ഒന്നും ഒരു പ്രശ്നമല്ല, ആ വൈബ് സെറ്റാവണം, അതാണ്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പം ഞാൻ ഈ 2 17കാരികളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഒരാൾ അത്രയും മെച്ചുവേർഡായിട്ട് എന്നെ അത്രയും ഹീൽ ചെയ്യാനായിട്ട് എനിക്ക് എവിടെ നിന്നും ഒരു മോട്ടിവേഷൻ തന്ന ഒരാളാണ്. മറ്റേ ആളും അതുപോലെ തന്നെ ഒരു സ്നേഹം അല്ലേ, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളോടൊരു സ്നേഹം തോന്നി. അതും മെച്ചുവേർഡായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഒരിക്കലും നമുക്ക് ആ കുട്ടീനെ ഇതായിട്ട് പ്രായം കുറവുള്ളതുകൊണ്ട് അല്ലെങ്കിൽ എന്നെ വീഡിയോസ് കണ്ട് മാത്രം ഇതായെന്ന് പറയാൻ പറ്റില്ല. മെച്ചുവേർഡായിട്ടാണ് സംസാരിച്ചൊക്കെ കേട്ടോ. അതുകൊണ്ട് ആ കുട്ടിക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇവളുടെ ഐഡി തപ്പിപ്പോയിട്ടോ കുറേ നാൾ കഴിഞ്ഞപ്പോൾ. എനിക്കിങ്ങനെ ചിലരെയൊക്കെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. നമ്മളിന്ന് പരിചയപ്പെട്ടൊരു നല്ലൊരു ബെസ്റ്റ് ഇംപ്രഷൻ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും, അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കുക, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. വളരെ കുറച്ച് പേരായിട്ടോ അങ്ങനെ ഉള്ളൂ. ഞാൻ അങ്ങനെ ഐഡി തപ്പിപ്പോയപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, എവിടെയോ ഉണ്ട് ആൾ. പിന്നെ കാണുന്നുണ്ടായിരിക്കും ഏതെങ്കിലും വീഡിയോ, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, കണ്ടാൽ മെസ്സേജ് അയക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഫിസിക്കലി മെൻ്റലി ഒക്കെ ഓക്കെ ആകുമ്പോഴാണ് ഒരാൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത് കേട്ടോ. നമുക്ക് ഈ കവല പ്രസംഗം പോലെ പല സ്ഥലത്തും വന്ന്
അല്ലെങ്കിൽ BGM ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയാണ് നമ്മളങ്ങനെ പോകണം എന്നൊക്കെയുള്ള സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണും. പക്ഷേ യഥാർത്ഥ നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, നമുക്കൊരു ഉള്ളിൽ നിന്നൊരു ഇത് വരണം, നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മൾ ഓക്കെയാണ്, നമുക്ക് എന്താണ് പറ്റാത്തത്, നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ വരണം. കാരണം ഞാനിപ്പോൾ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് ഇരുന്ന് വീഡിയോ ചെയ്യുന്നു, എൻ്റെ മുഖം വർക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ നോർമൽ ഫേസിലേക്ക് പോലും ഞാൻ വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ഫേസ് ഞാൻ ഒരിക്കലും കാണിക്കുന്ന ഒരാളല്ല. ഞാൻ ഉറങ്ങി എഴുന്നേറ്റില്ല, അങ്ങനെ പെട്ടെന്ന് വീഡിയോ ചെയ്യുന്ന ആളല്ല. അങ്ങനെ 1-2 വീഡിയോ, ജപ്പാനിൽ വെച്ചൊരു വീഡിയോ ഞാൻ ഉറക്കപ്പായിലിരുന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, കിടക്കപ്പായിലിരുന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒരു വ്ളോഗ് പോലെ. അപ്പോൾ അല്ലാതെ ഞാൻ ഇങ്ങനെ എന്നെ കാണിക്കുന്ന ഒരാളല്ല. പക്ഷേ എനിക്കിപ്പോൾ കോൺഫിഡൻസ് ഉണ്ട്, ഐ ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. അതുകൊണ്ട് നമ്മളിങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകൾ സംസാരിക്കണം, നിങ്ങളെ ആയിട്ട് കൂടുതൽ ഇനിയും ക്ലോസ് ആയിട്ട് നിൽക്കണം. ഇനി തിരിച്ചു പോയാലും ഇല്ലെങ്കിലും തിരിച്ചു പോകണം, തിരിച്ചു പോകണം, പോകും, ഒരു മാനിഫെസ്റ്റേഷൻ പോലെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അപ്പം എന്തായാലും നിങ്ങളുമായിട്ടൊന്ന് ഇതാവണം. പഴയ ഇന്നലത്തെ ലൈവിലാണെങ്കിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ പേരല്ല, ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടാ പഴയ പവർ വരട്ടെ, സെറ്റ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ നമ്മൾ 2021 മുതൽ കാണുന്ന ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരത്രയും ബോറടിക്കാതെ, രണ്ടും 2 കൺട്രിയിലെ ലൈഫാണ്, സെയിം ആളാണ്, എന്നാൽ പോലും അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും ഫോളോ ചെയ്ത് കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് കണ്ടില്ല എന്ന് അടിക്കണം. എനിക്കതിന് പറ്റുന്നില്ല. ഭയങ്കര സന്തോഷമുണ്ട്, എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് സക്സസ് ഇതുവഴി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫിനാൻഷ്യലി ഉള്ളതിനേക്കാട്ടിലും ഒരുപാട് സക്സസ്. അത് നമ്മളറിയുന്ന, നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാർ, 3ാം ക്ലാസ്സിലും 1 പഠിച്ചവർ, 1ലും 2ലും ഒക്കെ പഠിച്ച ആ ഒരു ടൈമുള്ളവർ നമ്മൾ തിരിച്ചറിഞ്ഞ് മിണ്ടി ഇതായിട്ടുണ്ട്. വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് നമ്മളെല്ലാവരും നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് ജില്ലാ ഡിസ്ട്രിക്റ്റ് ഓഫീസേഴ്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു ദിവസം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പരിചയപ്പെട്ടു. നമ്മളെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബർ അല്ല, വ്യൂവർ ആണെന്നാണ് കേട്ടോ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോലീസുകാർ, അഡ്വക്കേറ്റ്സ്, പിന്നെ ഒരു മെമ്പർ, പിന്നെ നമുക്ക് മാലിദ്വീപിൽ, ആൻഡമാൻ, അവിടെ ദ്വീപുകൾ എല്ലായിടത്തും നമ്മുടെ ആൾക്കാരുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഫിറ്റ്നസ് ജേർണി ഇതായിരുന്നു കേട്ടോ, അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഡീറ്റെയിൽ ആയിട്ട് വല്ല ഞാൻ തൂങ്ങുന്നതോ പുഷപ്പ് അടിക്കുന്നതോ ഒക്കെ കാണണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോസിൽ ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാം. ഇതെന്തായാലും ഡേ ഇൻ മൈ ലൈഫായിട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കണം തോന്നി, അങ്ങനെ വീഡിയോയിൽ വന്നു. അപ്പം ഒരു നല്ലൊരു ദിവസമാവട്ടെ എല്ലാവർക്കും. ഇത് ഡേ ഇൻ മൈ ലൈഫായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇനി അമ്മ വരണം, ഞാൻ വീട്ടിൽ കൂടെ ഇങ്ങനെ ചുറ്റി നടന്ന് വീഡിയോസൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ലെങ്ത് കൂടും. അപ്പോൾ ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, ചുമ്മാ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഒരു 1 ഇയർ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയി. വളരെ ഔട്ട്ലൈനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റ.